ബ്രഹ്മപുരത്തെ മാലിന്യമലയും 2023 തീപിടുത്തവും ഇന്നും ഭയത്തോടു കൂടിയാണ് കൊച്ചിക്കാർ ഓർക്കുന്നത്. എന്നാൽ ഇന്നത്തെ ബ്രഹ്മപുരത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കാണണം. ഈ കാഴ്ചയോടെ ഇന്നത്തെ ന്യൂസ് നൈറ്റ് അവസാനിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശുഭരാത്രി. ഇതിനുശേഷം പ്രേക്ഷകർക്ക് കാണാം സൂപ്പർ 30യുമായി സുജയ ഭാവതി. ഗുഡ് നൈറ്റ്. എറണാകുളത്തിന്റെ മാലിന്യമല ബ്രഹ്മപുരം 10 വർഷത്തിനിടെ പലതവണ ഇങ്ങനെ ദിവസങ്ങളോളം കത്തിനിന്നു. എന്നാൽ 2023 തീപിടുത്തം 13 ദിവസമെടുത്താണ് അണച്ചത്. ഇത് വലിയ പ്രതിസന്ധിയിലേക്കായിരുന്നു കോർപ്പറേഷനെയും സർക്കാരിനെയും കൊണ്ടെത്തിച്ചത്. ഇന്നത്തെ ബ്രഹ്മപുരത്തെ ഒന്ന് കാണാം. മാലിന്യങ്ങൾ നീക്കം ചെയ്ത ബ്രഹ്മപുരത്ത് ക്രിക്കറ്റ് കളിച്ചാണ് മന്ത്രി MP രാജേഷും കൊച്ചി മേയർ M അനിൽകുമാറും ശ്രീനിജൻ MLAയും ബ്രഹ്മപുരത്തിന്റെ മാറ്റത്തെ അടയാളപ്പെടുത്തിയത്. ബാറ്റ്സ്മാനായത് മന്ത്രി MP രാജേഷ് ആണെങ്കിൽ ബോളെറിഞ്ഞത് മേയർ. ബ്രഹ്മപുരത്ത് വേണമെങ്കിൽ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാമെന്ന തലക്കെട്ടോടെയാണ് ബ്രഹ്മപുരം അന്നും ഇന്നും എന്ന ഫോട്ടോയും മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നടക്കുന്ന ബയോ മൈനിംഗ് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എത്തിയതായിരുന്നു മന്ത്രി MP രാജേഷ്. ഇതുവരെ 6,08,325 മെട്രിക് ടൺ മാലിന്യം ബയോ മൈനിങ്ങിലൂടെ നീക്കം ചെയ്ത് 18 ഏക്കർ സ്ഥലം വീണ്ടെടുത്തതായി മന്ത്രി അറിയിച്ചു. കൊച്ചിക്കും കേരളത്തിനും നൽകിയ വാക്ക് ഗവൺമെന്റ് ഇപ്പോൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ പ്രധാന റോഡിനു പകരം നവീകരിച്ച പുതിയ റോഡ് വന്നു. സെക്ടറുകളായി തിരിച്ച പ്ലാസ്റ്റിക് മലകൾക്കിടയിലൂടെ തീപിടുത്തമുണ്ടായാൽ ഫയർ എഞ്ചിനുകൾക്ക് പോകാൻ ക്രമീകരണം. മാലിന്യ മലകൾ കാണാൻ കഴിയും വിധം വാച്ച് ടവർ. 21 ക്യാമറകൾ സജ്ജമാക്കി. 25 ഫയർ വാച്ചർമാരെ നിയോഗിച്ചു.